കഴിഞ്ഞ 9.5 വർഷങ്ങളിലായി കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ പോലീസ് എന്ന് പറയുന്നത് ഒരു ഭീകരസേനയാണ്. ഇപ്പോൾ പോലീസ് ഭീകരതയാണ് സർവ്വ മേഖലകളിലും പ്രകടമായി കാണുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ പോലീസ് ഭീകരത എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുക, കസ്റ്റഡിയിൽ വെച്ച് ആളെ കൊല്ലുക, മർദ്ദിക്കുക, അത് മാത്രമല്ല. പോലീസ് ഭീകരതയുടെ വിവിധ വശങ്ങളുണ്ട്. അതിലൊന്നാണ് ഇല്ലീഗൽ അറസ്റ്റ് ആൻഡ് ഡീറ്റൻഷൻ. 2 പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ആളെ തല്ലുക. 3 കള്ളക്കേസ് ഉണ്ടാക്കലാണ്. 4 പരാതി കൊടുത്തിട്ട് നടപടി എടുക്കാതിരിക്കലാണ്. 5 ആളെ കാണാണ്ടായി പോക്കാണ്. അപ്പോൾ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് CVD സതീശൻ, പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം 2018 പ്രളയം നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ അവിടുത്തെ ഒരു NGO കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദേശ സംഭാവന നിയന്ത്രണ നിയമം അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഉള്ള ഒരു NGO നടത്തിയ കുറേ പ്രവർത്തനങ്ങളെ അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഭാരവാഹികൾ തന്നെ പുറത്തു പറഞ്ഞു, അദ്ദേഹം വളരെ ഒരു MLA എന്ന നിലയിൽ ഒരു സാധാരണക്കാരന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായത്തിന് മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയാണ് VD സതീശൻ. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ വിജിലൻസ് കേസെടുത്തത്, വിജിലൻസ് എൻക്വയറി നടത്തിയത്. എന്തടിസ്ഥാനത്തിലാണ് വിജിലൻസ് എൻക്വയറി നടത്തിയത്? ഞാൻ പറയുന്നത് വിജിലൻസിൻ്റെ എൻക്വയറി തന്നെ കേരളത്തിൻ്റെ പോലീസ് ഭീകരതയുടെ ഏറ്റവും ഞെട്ടിക്കുന്ന ഉദാഹരണമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, കേരള വിജിലൻസിൻ്റെ അധികാരം എന്ന് പറയുന്നത് 1988 അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കലാണ്. അപ്പൊ അഴിമതി തടയൽ നിയമപ്രകാരം എന്താണ് കേസ്? പ്രധാനമായി കൈക്കൂലി ആവശ്യപ്പെടുക, സർക്കാരിൻ്റെ എന്തെങ്കിലും സഹായങ്ങൾ നേടാൻ വേണ്ടി കൈക്കൂലി ആവശ്യപ്പെടുക, കൈക്കൂലി കൈപ്പറ്റുക, തൻ്റെ അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്ത് പണമുണ്ടാക്കുക, അൺഡ്യൂ എൻറിച്ച്മെന്റ്, wrongful loss to the government, wrongful gain to the other party, അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിക്കുക. ഈ വക കാര്യങ്ങൾക്കാണ് കാര്യമായി, ഈ വക വിഷയങ്ങൾ മാത്രമാണ് വിജിലൻസിന് ഒരു കൊലക്കേസ് അന്വേഷിക്കാൻ പറ്റില്ല, അവർക്ക് വധശ്രമം അന്വേഷിക്കാൻ പറ്റില്ല, ചീറ്റിംഗ് കേസ് അന്വേഷിക്കാൻ പറ്റില്ല. പബ്ലിക് സർവന്റിന്റെ MLA പബ്ലിക് സർവന്റിനെ കുറിച്ചിട്ടുള്ള അഴിമതി മാത്രം അന്വേഷിക്കുന്ന ഒരു സേനയാണ് കേരള വിജിലൻസ്. VD സതീശനെതിരെ അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹം കൈക്കൂലി ആവശ്യപ്പെട്ടതായിട്ടോ, കൈക്കൂലി കൈപ്പറ്റിയതായിട്ടോ, അദ്ദേഹം സർക്കാരിൻ്റെ എന്തെങ്കിലും ഗുണം ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടി പണം ആവശ്യപ്പെട്ടതായിട്ടോ, അദ്ദേഹം വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതായിട്ടോ യാതൊരു ആരോപണം കേരള വിജിലൻസിന് ഇന്ന് വരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വിജിലൻസ് എൻക്വയറി ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ? അതാണ് ഞാൻ പറയുന്നത്, കള്ളക്കേസ് ഉണ്ടാക്കുക, ആളുകളെ അധിക്ഷേപിക്കുക, അവരെ കള്ളക്കേസിൽ കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു സേനയായി കേരള പോലീസിൻ്റെ വിവിധ ബ്രാഞ്ചുകളും അധംപതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പോഴ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നെന്ന് പറഞ്ഞാൽ CBI അന്വേഷിക്കാൻ പോവുകയാണ് VD സതീശനെതിരായിട്ടുള്ള കേസ്. എന്താണ് CBI അന്വേഷിക്കുക? CBI ആരാണ്? CBI എന്ന് പറയുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, മറ്റൊരു സ്റ്റേറ്റിലെ അന്വേഷണ ഏജൻസിയാണ്, ഡൽഹിയിലെ. അത് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ച് കേരള സർക്കാർ തങ്ങളുടെ സംസ്ഥാനത്ത് ഈ ഏജൻസി അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അനുമതി കൊടുത്താൽ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ്. CBI അന്വേഷിക്കേണ്ട മെറ്റീരിയൽ എന്താണ് ഇതിൽ? ഇനി ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അതനുസരിച്ചിട്ട് ഉള്ളൊരു കുറ്റം എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റിന് അനുമതിയില്ലാതെ, കേന്ദ്ര ഗവൺമെന്റിന്റെ ലൈസൻസ് ഇല്ലാതെ വിദേശ സംഭാവന സ്വീകരിക്കുക. ആര്? ഒരു പബ്ലിക് സർവന്റ്, അല്ലെങ്കിൽ ഒരു ജഡ്ജി, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഒരു MLA. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിദേശ സംഭാവന സ്വീകരിച്ചതായി ഒരു കേസോ പരാതിയോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നോ ഫോറിൻ കോൺട്രിബ്യൂഷൻ ഷാൽ ബി ആക്സെപ്റ്റഡ് എന്നാണ്. അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം എന്ന് പറയുന്നത്? അപ്പൊ CBI അന്വേഷണം എന്ന് പറയുന്നത്, ഇനി CBIയുടെ അന്വേഷണത്തെ കുറിച്ച് ചോദിക്കാം. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് CBI അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിറക്കിയ മഹാനാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി. ആരുടെ അപേക്ഷ അനുസരിച്ച്? 33 കേസിൽ ഒരു ചീറ്റിംഗ് കേസിലെ പ്രതിയായ, 6 കേസിൽ കോടതി ശിക്ഷിച്ച
കളങ്കിതമായ ഒരു സ്ത്രീയുടെ ഒരു വെള്ള കടലാസിൽ കൊടുത്ത പരാതി അനുസരിച്ച് ഒരു റിപ്പോർട്ട് പോലും വിളിക്കാതെ CBI അന്വേഷിക്കാൻ ഉത്തരവിറക്കി. നമ്മുടെ സംസ്ഥാനം വിവരദോഷികളാണല്ലോ ഭരിക്കുന്നത് എന്നതിൽ നമ്മൾ സഹതപിക്കുകയാണ്. എന്നാൽ വേറൊരു ഭാഗത്ത് പേരിയയിലെ ഇരട്ടക്കൊലക്കേസ്, ആ കേസ് CBI അന്വേഷിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു. എന്താ കാരണം? മൂർച്ചയുള്ള വാളുകൊണ്ട് 2 ചെറുപ്പക്കാരെ വെട്ടി കൊലപ്പെടുത്തിയതാണ് പേരിയ ഡബിൾ മർഡർ കേസ്. പോലീസ് കണ്ടെത്തിയ ആയുധം എന്താണെന്ന് അറിയുമോ? GI പൈപ്പ്. GI പൈപ്പ് കണ്ടെടുത്ത് പാക്ക് ചെയ്ത് ഡോക്ടർക്ക് പോസ്റ്റ്മോർട്ടം നടത്തി ഡോക്ടർക്ക് ആയുധം കാണിച്ചു കൊടുക്കണമെന്നാണ്. കാണിക്കാതെ നേരെ കോടതിയിൽ ഹാജരാക്കി. അങ്ങനെ കേസ് അട്ടിമറിച്ച് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമത്തിനെതിരെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ വന്നു. ഞാൻ ഹാജരായതാണ്. ഹൈക്കോടതിയിൽ വന്നപ്പോൾ എന്തുണ്ടായി? ഡൽഹിയിൽ നിന്ന് മുൻ സോളിസിറ്റർ ജനറൽ, നിലവിലുള്ള അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടിക്കണക്കിന് രൂപ കൊടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു CBI അന്വേഷിക്കരുത്. CBI അന്വേഷിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസിന്റെ വീര്യം തകർന്നു പോകും എന്ന് പറഞ്ഞ് പൊതു ഖജനാവിലെ കോടികൾ ചെലവഴിച്ച് ആ അന്വേഷണത്തെ ഇല്ലായ്മ ചെയ്ത CBI പാടില്ല എന്ന് പറഞ്ഞ കേരള സർക്കാർ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ അതാ പറയുന്നത്, കേരളത്തിൽ നടക്കുന്നത് ഒരു പോലീസ് രാജാണ്. ഈ കള്ളക്കേസിൽ പ്രതിയാക്കി ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ്. ഞാൻ പറയുന്നു, ഈ ഗവൺമെന്റിന് അതിശക്തമായ തിരിച്ചടി ജനങ്ങളിൽ നിന്നുണ്ടായ കാരണം ഈ പോലീസിനെ ഉപയോഗിച്ച് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയതിന്റെ പ്രതികാരമാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് കാണിച്ചത്. രാഷ്ട്രീയ എതിരാളിയെ രാഷ്ട്രീയമായി നേരിടാനുള്ള കരുത്തും ശക്തിയും ഈ ഗവൺമെന്റിനോ ഈ ഗവൺമെന്റിനെ ഭരിക്കുന്ന പാർട്ടിക്കോ ഇല്ല. ഇവരെ രാഷ്ട്രീയപരമായി നേരിടാം. കാരണം UDFന്റെ കോൺഗ്രസിന്റെ നയപരമായ പോരായ്മകൾ എടുത്തു കാട്ടാം, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഇന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ നയം തെറ്റാണ്. അല്ലാതെ പോലീസിനെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്താലോ ജയിലിട്ട് കഴിഞ്ഞാലോ നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി എതിരാളിയെ എതിർക്കാൻ പറ്റുമോ? 1988 അഴിമതി തടയൽ നിയമപ്രകാരം വിജിലൻസിന് ഏതെല്ലാം കേസ് അന്വേഷിക്കാൻ പറ്റുമെന്ന് വളരെ വ്യക്തമായി നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഏറ്റവും പ്രധാനമായി അന്വേഷിക്കുന്ന കേസ് കൈക്കൂലി ആവശ്യപ്പെടലാണ്. ഡിമാൻഡ് ഫോർ ബ്രൈബ്, അത് 7(1) അനുസരിച്ച് ഒരു കുറ്റമാണ്. 2, സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടി പണം ആവശ്യപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഫലം ആവശ്യപ്പെടുക, അൺഡ്യൂ എൻറിച്ച്മെന്റ്, അതാണ് 2ാമത്തത്. 3ാമത്തത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിക്കലാണ്. ഇപ്പൊ എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും, അപ്പൊ പബ്ലിക് സർവന്റ് എന്ന് പറയുന്നത് ആ സ്കോപ്പ് വളരെ വലുതാണ്. പബ്ലിക് സർവന്റ് എന്ന് പറയുന്നത് 1988 നിയമം അനുസരിച്ച് പബ്ലിക് സർവന്റിന്റെ നിർവചനം വളരെ വലുതാണ്. അതനുസരിച്ച് പബ്ലിക് ഡ്യൂട്ടി ചെയ്യുന്ന ആരും പബ്ലിക് സർവന്റിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ പബ്ലിക് സർവന്റ് ഏതെങ്കിലും രീതിയിൽ തന്റെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചാൽ, അപ്പൊ ഇനിയിപ്പോ പബ്ലിക് സർവന്റിന് വേണ്ടി വേറെ ആരെങ്കിലും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചാൽ അത് അഴിമതി തടയൽ നിയമപ്രകാരം ഒരു ഒഫൻസാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച്, മകള് പബ്ലിക് സർവന്റ് അല്ല, പക്ഷെ മകള് പണം സമ്പാദിച്ചത് കേന്ദ്ര ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ നിർവചനം അനുസരിച്ച് അത് മുഖ്യമന്ത്രിയുടെ പേരിലാണ് ആ പണം വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു വില്ലേജ് ഓഫീസറിൽ നിന്ന്, വില്ലേജ് ഓഫീസറെ ഭാര്യയിൽ നിന്ന് 1 കോടി രൂപ കണ്ടെടുത്തു. അപ്പൊ ഉടൻ ചോദ്യം ചെയ്യാൻ വില്ലേജ് ഓഫീസറെയാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകള് പണം വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡ് പറയുന്നത് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്നാണ്. അപ്പൊ ഇതെല്ലാണ് വിജിലൻസിന് അന്വേഷിക്കാവുന്ന അഴിമതി തടയൽ നിയമപ്രകാരമുള്ള കുറ്റം. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന പ്രളയ ഫണ്ടിന്റെ കാര്യത്തിൽ ഈ ഒരൊറ്റ ആരോപണവുമില്ല. അദ്ദേഹം കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുള്ള പരാതിയില്ല, അദ്ദേഹം കൈക്കൂലി വാങ്ങി എന്നുള്ള പരാതിയില്ല, അദ്ദേഹം ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി കൈക്കൂലി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്തു എന്നുള്ള പരാതിയില്ല, അദ്ദേഹം സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഫേവർ നേടാൻ വേണ്ടി ആർക്കോ കൈക്കൂലി കൊടുത്തുന്നോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങി എന്നുള്ള പരാതിയില്ല.
അദ്ദേഹം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള പരാതിയുമില്ല. അദ്ദേഹത്തിന്റെ കുടുംബക്കാരോ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന പരാതിയുമില്ല. ഇതെല്ലാം വിജിലൻസിന്റെ റെക്കോർഡ് നോക്കിയിട്ട് പറയുകയാണ്. അങ്ങനെ ഇരിക്കെ എന്തിനാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത് പുനർജനി കേസ്? അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമില്ലേ, കൗതുകമില്ലേ? ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ കളങ്കപ്പെടുത്താൻ, അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ പോലീസിന്റെ ഒരു വിങ്ങായ വിജിലൻസിനെ ദുരുപയോഗിച്ചു. അദ്ദേഹത്തിന് ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. ആ അന്വേഷണം 2018 പ്രളയത്തിൽ നടന്ന മറ്റു കുറെ തട്ടിപ്പുകൾ നമുക്കറിയാം. എന്താ തട്ടിപ്പ്? പ്രളയ ഫണ്ട് മുക്കിയ ട്രഷറി ഉദ്യോഗസ്ഥന്മാർ ഇന്നും മാന്യന്മാരാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയനിൽപ്പെട്ട ഉന്നത അധികാരത്തിലിരിക്കുന്ന ആളുകൾ അവരെ വലിയ കേസെടുത്തിട്ട് ഇന്നും കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല 2018 പ്രളയത്തിന് ശേഷം UAE റെഡ് ക്രിസന്റ് എന്ന് പറയുന്ന ഒരു സംഘടന, ഗവൺമെന്റിന്റെ സംഘടന, കേരള ഗവൺമെന്റിന് പണം കൊടുത്തു, റിലീഫായിട്ട് കൊടുത്തു. ആ പണം കൈപ്പറ്റിയത് ആരാണ്? സന്തോഷ് ഈപ്പൻ എന്ന് പറയുന്നൊരു സ്വകാര്യ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കയ്യിലേക്ക് എങ്ങനെ പണം എത്തി? അദ്ദേഹം കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് പണം വാങ്ങിയത്. അങ്ങനെ കൈക്കൂലി രീതിയിൽ ഉണ്ടാക്കിയ പണം, ഈ റെഡ് ക്രിസന്റിന്റെ പണത്തിന്റെ പേരിൽ ED അദ്ദേഹത്തിന്റെ പേരിൽ അന്വേഷണം നടത്തി. അദ്ദേഹത്തിന് 5 കോടി രൂപ മരവിപ്പിച്ചു. 4.4 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്നാണ് EDയുടെ കണ്ടെത്തൽ. അപ്പൊ പ്രളയം നടന്നതിന്റെ പേരിൽ സർക്കാരിന്റെയും സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളുടെയും ഏജൻസികളുടെയും വൻ കൊള്ളയെക്കുറിച്ചും തട്ടിപ്പിനെ കുറിച്ചും യാതൊരു അന്വേഷണവും നടത്താതെ പ്രതിപക്ഷ നേതാവിനെതിരെ അന്വേഷണം നടത്തിയത്, വിജിലൻസ് അന്വേഷണം നടത്തിയത് ഏത് ആരോപണത്തിന്റെ പേരിലാണെന്ന് പറയാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ബാധ്യതയില്ലേ? അവർ ഉത്തരവാദിത്തമില്ലേ അത് പറയാൻ? അത് മാത്രമാണോ? ഇപ്പോൾ അവര് ഈ കേസ് CBIക്ക് അന്വേഷിക്കുന്നു. CBI അന്വേഷിക്കാൻ ഏത് രീതിയിലുള്ള എന്ത് കുറ്റമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കാൻ സാധിച്ചിരിക്കുന്നത്? വിദേശ സംഭാവന നിയന്ത്രണ നിയമം അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ലൈസൻസ് ഉള്ള ഒരു സംഘടനയാണ് ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ. ഈ പ്രളയത്തിനെ തുടർന്ന് അവിടെ മണപ്പാട്ട് എന്ന് പറയുന്ന ഒരു NGO ആണ് ഈ സംഘടന ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. അതിന് സഹായകമായ നിലപാട് സ്വീകരിച്ച ഒരു ലോക്കൽ MLA, അത് അദ്ദേഹത്തിന്റെ ചുമതലയല്ലേ? അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമല്ലേ? അതിന്റെ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ചാനലുകളിൽ വന്ന് പറഞ്ഞില്ലേ, ഒരു MLA എന്ന നിലയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിസ്വാർത്ഥമായ സേവനമാണ് അദ്ദേഹം നടത്തിയത്. ഇനി അദ്ദേഹത്തിന്റെ പേരിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ടുള്ള ഒഫൻസ് എന്താണ്? ഈ കേരള വിജിലൻസിന്റെ റിപ്പോർട്ട് മുഴുവനും ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിച്ചാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു കുറ്റവും VD സതീശനെതിരെ പറയാൻ കഴിയില്ല, പറഞ്ഞിട്ടില്ല. ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് സെക്ഷൻ 3 എന്താണ്? നോ ഫോറിൻ കോൺട്രിബ്യൂഷൻ ഷാൾ ബി ആക്സെപ്റ്റഡ് ആണ് ബൈ എനി കാൻഡിഡേറ്റ് ഫോർ എലക്ഷൻ, എനി കറസ്പോണ്ടന്റ്, കോളമിനിസ്റ്റ്, കാർട്ടൂണിസ്റ്റ്, or any owner, printer, publisher of a newspaper, അല്ല ജഡ്ജ്, ഗവൺമെന്റ് എംപ്ലോയി ഓർ എ ലെജിസ്ലേച്ചർ. അങ്ങനെ ഒരു ആരോപണം ഗവൺമെന്റിനുണ്ടോ? പ്രതിപക്ഷ നേതാവ് MLA എന്ന നിലയിൽ വിദേശ സംഭാവന കൈപ്പറ്റി എന്നൊരു ആരോപണമുണ്ടോ? അപ്പൊ വിദേശ സംഭാവന നിയന്ത്രണ നിയമം അനുസരിച്ചിട്ട് ഒരു ഒഫൻസ് ഉണ്ടെങ്കിലല്ലേ അത് CBIക്ക് വിടാൻ. അങ്ങനെ ഒരു ഒഫൻസ് ഉള്ളതായി ഇന്ന് വരെ കേരളത്തിലെ മുഖ്യമന്ത്രി പറയട്ടെ. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിദേശ സംഭാവന കൈപ്പറ്റിയിട്ടുള്ളതിന്റെ തെളിവിത പറയട്ടെ. അപ്പൊ ഒരു തെളിവുമില്ലാതെ, ഒരു മെറ്റീരിയലും ഇല്ലാതെ, ഒരു ആരോപണമില്ലാതെ, ഒരു പരാതിയില്ലാതെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ CBI അന്വേഷണം. ഈ CBI അന്വേഷണത്തെ അല്ലേ നിങ്ങൾ എതിർത്തത്? പേരിയ ഇരട്ടക്കൊല കേസ് CBI അന്വേഷിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്ത എന്താണ്? CBI അന്വേഷിക്കുന്നത് കേരള പോലീസിന്റെ വീര്യം നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടാണ്. എത്ര കേസ്? മട്ടന്നൂരിലെ ഷുഹൈബ് വധക്കേസ് CBI അന്വേഷിക്കുന്നതിനെ ചെറുത്തത് നിങ്ങളല്ലേ? ഈ ഗവൺമെന്റ് അല്ലേ? ഈ ആഭ്യന്തര വകുപ്പല്ലേ? അന്ന് എന്താ പറഞ്ഞത്? CBI അന്വേഷണം കേരള പോലീസിന്റെ വീര്യം നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ പോലീസിന്റെ ഭീകരത എന്ന് പറയുന്നത് കള്ളക്കേസിൽ കൊടുക്കുക, പോലീസ് ടെററിസത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ നടക്കുന്നതാണ്. പോലീസ് ഭീകരതയുടെ മറ്റൊരു ഒരു മുഖമാണ് ഈ ഫോൾസ് ഇംപ്ലിക്കേഷൻ.
ഈ പ്രതിപക്ഷ നേതാവിനെതിരെ ഇങ്ങനെ കള്ളക്കേസ് ചമയുന്നുണ്ടെങ്കിൽ സാധാരണ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയിലെ ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ എത്ര കേസുകൾ ഈ ഗവൺമെന്റ് കഴിഞ്ഞ 9.5 വർഷത്തിനുള്ളിൽ ചുമത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. എന്നാൽ ശരിക്കും അന്വേഷിക്കേണ്ട കേസുകൾ കേരളത്തിൽ 9 വർഷത്തെ ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഇടയിൽ 16 ആളുകൾ കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ടു പോലീസ്. അതിൽ ഘാതകന്മാർ പോലീസാണ്. നിലമ്പൂർ കാടുകളിൽ നിന്ന് 2 പേരെ വ്യാജ ഏറ്റുമുട്ടലിന്റെ പേരിൽ അവരെ വെടിവെച്ച് കൊന്നു പോലീസ്. എന്താ പറഞ്ഞത്? മാവോയിസ്റ്റുകൾ പോലീസിനെതിരെ 30 റൗണ്ട് വെടിവെച്ചു. ആ പോലീസിന്റെ മോസർ ഞാൻ കണ്ടതാണ്. ആ മോസറിൽ പോലീസിന്റെ വാഹനത്തിന് ഒരു പോറല് പോലും ഏറ്റതായി ആ മാസറിൽ കാണുന്നില്ല. പിന്നെ എങ്ങനെ 2 മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നു?